ഇന്ന് ഞാനിവിടെ നല്ലൊരു മീൻ കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ മസാലയൊക്കെ ഒന്ന് വറുത്തരച്ച് ഒക്കെയാണ് വെക്കുന്നത്. അതെൻ്റെ രീതിയിലാണ്. എല്ലാവരും ഈ രീതിയിലാണ് വെക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മിക്ക ദിവസവും ഈ രീതിയിലൊക്കെയാണ് കറി വെക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കത്ല മീനാണ്. ഞങ്ങൾക്കിവിടെ ഈ മീനേ കിട്ടത്തുള്ളൂ. കടൽ മീൻ കിട്ടത്തില്ല. അത് തണുപ്പ് സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നത് കത്ല, രഘു അങ്ങനെയുള്ള മീനൊക്കെയാണ്. മീനെല്ലാം കഴുകി നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കതിന് വേണ്ട മസാലയൊക്കെയാണ് ഞാനിവിടെ എടുത്തിരുന്നത്. ഈ പൊടികളെല്ലാം കൂടി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി 2 സ്പൂണ്, എരിവുള്ള മുളക് പൊടി 1 സ്പൂണ്, പിന്നെ കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി എന്നിവ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തൊന്ന് നല്ലതുകൊണ്ട് അരച്ചെടുക്കണം. നിങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മീൻ ചട്ടി എന്ന് പറയുമ്പോൾ ഞാനിത് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്കിവിടെ മൺചട്ടികൾ കിട്ടും. പക്ഷേ അതെത്ര ചൂടാക്കിയാലും എത്ര കഴുകിയാലും ആ മണ്ണ് ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നാട്ടിലൊക്കെ വരുമ്പോൾ ഇതുപോലെ മീൻ ചട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞാൻ വാങ്ങിച്ച ചട്ടിയാണിത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയിൽ യാതൊരു ഇതും കാണിക്കരുത്, ഒരു കഞ്ചൂസും കാണിക്കരുത്. കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. മീൻ കറിയല്ലേ, അതുകൊണ്ട് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം, മൂപ്പിച്ചെടുക്കണം. അത് നമ്മൾ ഇളക്കി കൊടുക്കുന്നതാണ് അതിൻ്റെ അകത്ത് ടേസ്റ്റ് കൂടുതലായി വരുന്നത്. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഇനി ഉലുവാപ്പൊടി ചേർക്കണം, കായപ്പൊടി ചേർക്കണം. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ കറി വെക്കുന്നതെങ്കിൽ അഭിപ്രായം അറിയിക്കുക. കൂടെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം അല്പം കായപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഓൾറെഡി നമ്മൾ ഈ മസാല പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും നല്ലവണ്ണം മസാലയൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരും. ആ സമയത്ത് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് കടൽ മീനൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എന്ത് ചെയ്യാനോ കിട്ടത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് തണുപ്പ് സമയത്ത് കിട്ടത്തുള്ളൂ. നവംബർ തൊട്ട് ഫെബ്രുവരി വരെയൊക്കെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഞാൻ മസാല അരച്ച് മിക്സഡ് ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചാറ് എത്രയും വേണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. പിന്നെ ഇത് വെന്ത് വരുമ്പം കുറച്ചുകൂടി കുറുകും. ഉലുവയൊക്കെ ചേർത്തതുകൊണ്ട് ശരിക്കും കുറുകും. ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഇളക്കി അതിന് ശേഷം മീനിൻ്റെ കുടംപുളി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ചില സ്ഥലങ്ങളിൽ തക്കാളിക്കയാണ് ചേർക്കുന്നത്. പക്ഷേ ഞാൻ തക്കാളിക്ക, പച്ചമുളക്, ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മീൻ കറിക്കകത്ത് ചേർക്കാറില്ല. പിന്നെ അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയെങ്കിൽ മാത്രം വല്ലപ്പോഴും ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കും. പക്ഷേ അതിലും ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ്. അതുപോലെ തേങ്ങ അരച്ച കറി അങ്ങനെ വെക്കാറില്ല, അതും ഞങ്ങൾക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇതുപോലെ മുളക് വറുത്തരച്ച് കറി വെക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു ടേസ്റ്റ്, അത് അരച്ച് കറി വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നും. ഈ മീനിൻ്റെ ചാറൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും മീൻ കറി വെക്കുന്നത് മുളക് പൊടികളൊക്കെ ചേർത്തങ്ങ്
കറി വെക്കുകയാണ് മിക്ക പേരും ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനും അങ്ങനെ കറി വെക്കാറുണ്ട്. പക്ഷേ അതത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുപോലെ വറുത്ത് അരച്ച് കഴിയുമ്പം അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ചാറൊക്കെ ഒന്ന് നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകിയിരിക്കും. അതുകൊണ്ട് ഈ രീതിയിലാണ് ഞാൻ മിക്കപ്പോഴും കറി വെക്കുന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക. ഇത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇനി തീ കുറച്ച് വെക്കാൻ. തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ, സിമ്മിൽ വെച്ചിട്ട്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെയും ഞാൻ ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ ഞാൻ ഇച്ചിരി കഞ്ചൂസി കാണിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഇവിടെ അങ്ങനെ കിട്ടില്ല. വെളിച്ചെണ്ണ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.